കയ്യത്തട്ട് പുതുരാഗത്തെ വെട്ടുക്കട്ട് ട്യൂഷൻ പൊളിച്ച് പുതിയ റിയാക്ഷൻ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളിന്ന് റിയാക്ഷൻ ചെയ്യാൻ പോകുന്നത് രജനി സർ മമ്മൂക്ക കോംബോയിൽ വന്ന തളപതി മൂവിയിലെ നെക്സ്റ്റ് സോങ് ആണ്. നമ്മൾ നല്ല സീൻ കഴിഞ്ഞതിന് ശേഷം നല്ല കണ്ടിട്ടുണ്ടായിരുന്നു. നെക്സ്റ്റ് സോങ് ആണ് വരുന്നതെന്നുള്ളത്. അപ്പൊ ഇത് കുറെ വട്ടം കേട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇതിന്റെ വിഷ്വൽ സംഭവങ്ങളൊന്നും നമ്മൾ കണ്ടിട്ടില്ല. പക്ഷെ ഒരുപാട് കേട്ടിട്ടുള്ള ഒരു സോങ് ആണ്. ഒരുപാട് അതിന്റെ ആ ഒരു ഓഡിയോ ആണ് കൂടുതലും കേട്ടിരിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തായാലും നേരെ ആ സോങ്ങിലിട്ട് പോകാം. SPB സാറും സ്വർണ്ണലത മാമുമാണ് പാട്ട് പാടിയിരിക്കുന്നത്. നമ്മുടെ ഇളയരാജ സാറിന്റെ മ്യൂസിക് ആണ്. മണിരത്നം സാറിന്റെ ആ ഒരു വിഷ്വലൈസേഷനും കൂടി കാണാൻ വേണ്ടിയിട്ടാണ് നമ്മൾ റെഡിയാണ്. തുടങ്ങിയല്ല? യെസ്. ക്ലാസിക് അതിലാക്കമ്മ കയ്യത്തട്ട് പുതുരാഗത്തെ വെട്ടുക്കട്ട് അടിലാക്കോഴി വേണം കൊട്ട് இந்த ராசாவின் நெஞ்சத்தொட்டு புதுரோசாப்பூ மாலை கட்டு அது ராசாத்தி தோளில் விட்டு தினங்காவெல்லாம் காலம் கட்டு கட்டுக்காவல் இது முத்துக்காது இத கட்டி சூரம் ஏது அடிராக்கம்மா கையத்தட்டு புதுராகத்தில் நெட்டுக்கட்டு மச்சாயிங்கே அது ஏன் கூறு அடூரு தனம் யாவும் முத்துமய சேரும் மம்மும் தும்பும் நிலை நீ பாரு மக்களை சட்டம் எட்டு ஊருதா எட்டணம் தம்பி அடி ஜோராக வக்கிரவானோ அந்த வாழையே தக்கணும் தம்பி வீடு நேராக அடம் மட்டும் தரதா கட்டிப்பாடு சிந்து அது முத்து போறே மாமானி ஜல்லிக்கட்டு இமுறையாதே துள்ளிக்கிட்டு அது பக்கம் நீரம் போரு அத கொஞ்சம் மேஞ்ச எனக்கு போரு ஜாங்கிரக்கு சரக்கு ரக்கு ஜாங்கிரக்கு சாம் ஜாங்கிரக்கு சரக்கு ரக்கு ஜாங்கிரக்கு சாம் ஜாங்கிரக்கு சரக்கு ரக்கு
അടിരാക്കമ്മ കയ്യിൽ കെട്ട് അല്ലേ ഫ്രണ്ട്സ് അല്ലേ രാഗത്തെ വിട്ടുകെട്ട് അടമാമ നീ ചൊല്ലിക്കെട്ട് വിഷ്വലൈസേഷൻ മണിരത്നം സാർ എങ്ങനെയാണ് ഒന്നുമേയാതെ തുള്ളിക്കെട്ട് എസ്പിബി സാറിന്റെ വോയിസ് മാച്ചിങ് ഡാൻസ് വരെ സ്വാഗ് കയ്യിലിട്ട് കളിയില്ല வாசல் வண்ண வண்ணமாக இங்கே அங்கே ஒளி விளக்கேற்று போச்சு பட்ட காதலாச்சு எங்கும் எங்கும் போத்து நல்லவர்க்கெல்லாம் எதிர்காலே நம்பிக்கை வைத்தால் வந்து சேராதா உள்ளங்கள் எல்லாம் ஒன்று கூடினால் உள்ளங்கையில் தான் வெற்றி ഇതാണ് മെയിൻ ബീറ്റ് ശോഭന ചേച്ചി എന്തായി ഈ സോങ്ങിൽ തന്നെയാണോ പോകുന്നത്? ഓ ആയിരിക്കും ആയിരിക്കും പാട്ടിന്റെ മാറി വൈബ് മാറി ഞാൻ വിചാരിച്ചു പിന്നീടായിരിക്കും വരിക സോങ്ങിൽ ഒന്ന് വിചാരിച്ചില്ല ഇല്ല ഇല്ല ഫ്രഷ് ഫീലിംഗ് സോങ് அடிராக்கம்மா கையத்தட்டு புதுராகத்தே வெட்டுக்கட்டு ഫ്യൂഷൻ പൊളിച്ച് அடவண்ண போல இங்கு நானும் தாண்டி വേറെ സാറിനെ കൊണ്ട് മാജിക്കല്ലേ இது நேரம் தாண்டி சாங்கு சக்கு 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 சாங்கு சக்கு சாங் சாங்கு சக்கு 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 சாங்கு சக்கு சாங் சாங்கு சக்கு 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 சாங்கு சக்கு சாங் சாங்கு சக்கு சக்கு அடிராக்கம்மா கையத்தட்டு புதுராகத்தே விட்டுக்கட்டு നോട്ടീസ് ചെയ്ത് കേട്ടു സോങ് കേട്ടോ സത്യം പറയാലോ എനിക്കും നമ്മൾ ആ ഫസ്റ്റ് സംഭവങ്ങളൊക്കെ മാത്രമേ കേട്ടിട്ടുള്ളൂ പക്ഷെ എന്തിലും ഇമാതിരി ഒരു മാജിക് ഉണ്ട് എന്നുള്ളത് ഒരു രക്ഷയില്ലേട്ടാ ഭയങ്കര ഫ്യൂഷൻ സംഭവം. അതായത് ആ ഒരു സോങ് പെട്ടെന്ന് നിർത്തിയിട്ട് ഏകദേശം എഗെയിൻ ഒരു വേറൊരു സോങ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ഉണ്ടായിരുന്നു. പക്ഷെ സ്റ്റാർട്ട് ചെയ്ത് പിന്നീട് അങ്ങോട്ട് രണ്ടും കൂടി മിക്സ് ആവുന്ന ഏരിയ ഏകദേശം ഒരു നമ്മൾ പറയില്ലേ ഈ പുഴയും കടലും കൂടി ചേരുന്ന ഒരു സംഘം ഉണ്ടാവില്ലേ അതുപോലെ പോയിണ്ടായിരുന്നു. അതായത് നമ്മൾ പറയില്ലേ ശോഭന ചേച്ചി വന്ന സമയം തൊട്ടിട്ട് എന്താ പറയാ ഭയങ്കര ഒരു പ്രത്യേക ഒരു ഐശ്വര്യം സ്ക്രീനിൽ അല്ലേ. പിന്നെ അവര് തമ്മിലുള്ള ഒരു ഐ കോണ്ടാക്റ്റും എല്ലാം കാണുന്നത് അതിന്റെ കൂടെ ആ ബാക്ക്ഗ്രൗണ്ട് സ്കോറും കൂടി വരുന്ന സമയത്ത് പ്രത്യേകിച്ച് ആ ഒരു മറ്റേ സോങ്ങുകളിൽ ഈ സാധനം അതിന്റെ കൂടെ തന്നെ ഏകദേശം ഒരു ദേവത പ്രത്യക്ഷപ്പെട്ട ഒരു ഫീലൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. അതായത് വേറൊരു വൈബിലോട്ട് അങ്ങോട്ട് പോയി. അത് മാത്രല്ല നമ്മൾ രജനി സാറിന്റെ സ്റ്റൈൽ ആൻഡ് സ്വാഗിനെ പറ്റിയിട്ടൊക്കെ കുറെ കേട്ടിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ പഴയ മൂവീസ് ഒന്നും കണ്ടിട്ടില്ല. നമ്മളത് തളപതിയാണ് ഫസ്റ്റ് മൂവി അദ്ദേഹത്തിന്റെ പഴയ അതായത് യങ് കാലഘട്ടത്തിലുള്ള മൂവിയായിട്ട് കാണാൻ പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ
നമുക്ക് ഇപ്പോഴാണ് ശരിക്കും അത് ഫീൽ ചെയ്യുന്നത്, ആ ഒരു യങ് വൈബ്രന്റ് എനർജി അല്ലേ. അത് ആ ഡാൻസ് ചെയ്യുന്ന സമയത്ത് മൂവ്സിൽ വരെ ആ ഒരു സ്റ്റൈൽ അങ്ങനെ തന്നെ പിടിച്ചോണ്ടാ ചെയ്യുന്നത്. ഒരിക്കലും അതിൻ്റെ അകത്തൊരു മാറ്റം വരുത്താണ്ട് രജനി സാറിന്റെ ഒരു സിഗ്നേച്ചർ ഇല്ലേ, അത് അങ്ങനെ തന്നെ പിടിച്ചാണ് ആ ഒരു സംഭവം കാണിക്കുന്നത്. ഒരു രക്ഷയില്ലാത്ത സംഭവമായിരുന്നു. പിന്നെ അതുപോലെ തന്നെ ഈ സോങ്ങിന്റെ ടോട്ടൽ വിഷ്വലൈസേഷൻ ഒരു രക്ഷയിലായിരുന്നു. മണിരത്നം സാർ ഗംഭീരമായിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. സന്തോഷ് ശിവന്റെ ക്യാമറ അല്ലെ, ആ SPB സാർ എന്റെ മോനെ ഒന്നും പറയാൻ. രജനി സാർ പാടി അഭിനയിക്കുന്ന അതേ ഫീലാണ് കിട്ടുന്നത്. കാരണം നമ്മൾക്ക് ഇപ്പൊ നമ്മള് SPB സാർ പ്ലസ് രജനി സാറിന്റെ വോയിസ് കൂടെ അങ്ങനെ തോന്നുന്നു. പക്ഷെ യങ്ങില് കുറച്ചും കൂടി ഭയങ്കരമായിട്ട് മാച്ച് ചെയ്യുന്നുണ്ട്, അറിയോ. രക്ഷയില്ല ശരിക്കും, സർപ്രൈസ് ആയിരുന്നു. പിന്നെ ഈ സോങ് ഇല്ലേ, നമുക്ക് കുറച്ചുകൂടി ഫസ്റ്റത്തെ കുറച്ച് ഭാഗങ്ങൾ കാണുമ്പോൾ നമുക്ക് രാമായണക്കാറ്റ് ഓർമ്മ വരും അല്ലെ. നമ്മള് മലയാളത്തിൽ കണ്ട ആ സിനിമയാണ്. ചിലപ്പം അതിനുശേഷം ഒന്ന് അഭിമന്യു ഇറങ്ങിക്കണം, അതിനുശേഷം തന്നെയാണ്. ആൻഡ് നമുക്കറിയാം പ്രിയദർശൻ സാറായാലും അല്ലെങ്കിൽ നമ്മുടെ മണിരത്നം സാറായാലും ശങ്കർ സാറായാലും ഒരു 3 പേര് ഏകദേശം ലെജൻസ് ആണ്. ആ ഒരു ഡയറക്ടർ എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് പാട്ട് വിഷ്വലൈസ് ചെയ്യുന്ന സമയത്ത് ഈ 3 ഡയറക്ടേഴ്സ്, നമുക്ക് തമിഴിൽ നിന്ന് എപ്പോഴും ശങ്കർ സാറും അതുപോലെ മണിരത്നം സാറും ഉണ്ടെങ്കിൽ മലയാളത്തിൽ ശരിക്കും പ്രിയദർശൻ സാറാണ് എപ്പോഴും അങ്ങനത്തെ സോങ് ഭയങ്കരമായിട്ട് എടുക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു വല്ലാത്തൊരു ഫീൽ നമുക്ക് കിട്ടുകയും ചെയ്തു. ശരിക്കും അവരുടെ ആ ഒരു ഇഷ്ടം സംഭവങ്ങൾ അവിടെ കാണിച്ച് രണ്ടുപേർക്കും ഇഷ്ടമുണ്ട് എന്നുള്ളതൊക്കെ. ഇനിയിപ്പോ എന്താ കാണാം നെക്സ്റ്റ് സീന്. അപ്പൊ അത്രയേ ഉള്ളൂ. ബൈ ബൈ.